ഹായ്, എസ് ബി അരുള്ളലാണ്. നമ്മുടെ മേനോൻ മുഖ്യമന്ത്രിക്ക് ചോറ് കോൺഗ്രസിലും കൂറ് സംഘികളോടുമാണ്. എന്താണെന്നല്ലേ, ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ അറിയാതെ ചെന്ന് പെട്ടുപോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോനെ നിങ്ങൾ കാണാനിടയായിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സോടുകൂടി ഡൽഹിയിൽ മറ്റാവശ്യങ്ങൾക്ക് ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിക്കുന്നു, അവിടേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനോട് ആവേശപൂർവ്വം ഇടപെടുന്നത് കാണാം. പക്ഷേ ആ പ്രതിഷേധ സമരത്തിൽ മേനോൻ്റെ ശരീരഭാഷ, എല്ലാവരും ആവേശോജ്വലത്തോടെ മോദിക്കെതിരെ അല്ലെങ്കിൽ വിശ്വഗുരുവിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുമ്പോൾ നമ്മുടെ മേനോൻ്റെ ശരീരഭാഷയും പ്രവൃത്തിയും ഒന്ന് ശ്രദ്ധിച്ച്. കണ്ടല്ലോ, എന്ത് മനസ്സിലായി? ലീഗുകാരൊക്കെ കണ്ണു തുറന്ന് കാണണം. അതായത് ഒരാൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് പിടിച്ചു വലിച്ചു കൊണ്ട് നിർത്തിയതുപോലെയുണ്ട്. കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി വരെ, അദ്ദേഹത്തിൻ്റെ DK ശിവകുമാർ, അദ്ദേഹം വരെ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുമ്പോൾ ഒരു തവണ കൈ ഉയർത്തി ഏറ്റുവിളിക്കാൻ തയ്യാറാകാത്ത മനോഭാവമുണ്ടെങ്കിൽ നിങ്ങളോട് വെറുതെയാണോ ഹാഫ് സംഖ്യയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുന്നത്? അതായത് മോഡിയുടെ അനുജനാണെന്നുള്ള കാര്യം, അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ശരീരഭാഷയിലായിക്കോട്ടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എന്തിലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ നിയമനങ്ങൾ എടുത്തു നോക്കൂ, സംഘപരിവാറുമായിട്ട് യാതൊരു തരത്തിലും ഏറ്റുമുട്ടലില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെത്തിയ വ്യക്തി മോഡിക്ക് ഈ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അസഹിഷ്ണുത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാരണവശാലും വിഷമിപ്പിക്കാത്ത തരത്തിൽ അവിടെ ചെന്നൊന്ന് തല കാണിച്ചിട്ട് മുങ്ങിക്കോളാമെന്ന് പറഞ്ഞു. വൈകുന്നേരം അറസ്റ്റ് നടന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? അദ്ദേഹം പൊടിയും തട്ടി മുങ്ങി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാര്യം, ഒരു പ്രതിഷേധ സമരം ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവിയെ താറുമാറാക്കിയ സംഘപരിവാറിൻ്റെ കെടുകാര്യസ്ഥത, കഴിവില്ലായ്മ, അതിനെതിരെ വിദ്യാർത്ഥികൾ സ്വമേധയാ തെരുവിലിറങ്ങിയതിന് ഐക്യദാർഢ്യപ്പെടാൻ പോകുമ്പോൾ ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കേണ്ടത്? ആ നിൽപ്പും ആ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നില്ലേ, ഒരു താല്പര്യമില്ല, ഇതൊക്കെ എന്തിനാണ്, വല്ല കാര്യമുണ്ട്, അവനൊന്നും വേറെ ജോലിയില്ലല്ലോ എന്ന മനോഭാവത്തിൽ അതിൽ നിന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, ആ സമരം തീരുന്നത് വരെ അവിടെ നിൽക്കാതെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഇവിടെ ഒന്ന് തല കാണിച്ചിട്ട് നേരെ കാലുവാരി എവിടെ പോയി? വീണ്ടും നമ്മുടെ കേന്ദ്ര മന്ത്രിമാരുമായിട്ടൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുകയല്ലേ, കാണാൻ പോയിരിക്കുകയാണ്. അവരുമായിട്ടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹ്യത്തിലാകാതെ പിന്നെ ഈ പോലെ പ്രതിഷേധ സമരത്തിൽ നിന്നാൽ 5 വർഷം എനിക്കിവിടെ വല്ലതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും. ഈ മനോഭാവം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, ചോറ് കോൺഗ്രസിനോടൊപ്പം കൂറ് സംഘപരിവാറിനോടൊപ്പം. വെറുതെ അല്ല, അങ്ങ് മനക്കപ്പടി സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ശാഖയ്ക്കകത്ത് കയറി ഗോൾവാൾക്കർ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ തിരി കത്തിച്ച് താണ് വണങ്ങി നിന്ന സംഘി മനസ്സുള്ളൊരു വ്യക്തിക്ക്
എവിടെ പോയാലും അത് നീക്കിക്കളയാൻ പറ്റത്തില്ല. ചില സന്ദർഭങ്ങളിൽ അറിയാതെ മറനീക്കി പുറത്തു വരുന്നതാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ആയതുകൊണ്ട് ആര് ശ്രദ്ധിക്കുമെന്നാണ്. പക്ഷേ ആ സന്ദർഭങ്ങളിലും ഇത്തരം കാപട്യങ്ങളെ ശ്രദ്ധിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ക്യാമറകൾ ആ വ്യക്തിയിലേക്ക് നീങ്ങിയതും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അസഹിഷ്ണുതയും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കപ്പെട്ടതും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാൾ എത്ര കാപട്യമാണെന്ന് ഇനിയെങ്കിലും ലീഗന്മാർ മനസ്സിലാക്കിക്കൊള്ളൂ. അല്ലാതെ ഇത്രയും വലിയ സെൻസിറ്റീവായ വിഷയത്തിൽ ഇങ്ങനെ ഒരു ശരീരഭാഷയിൽ എല്ലാവരും ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ എന്താണത് തെളിയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം.